സാധെ കുറഞ്ഞുണരാൻ പോലെ പ്രകാശിക്കുന്ന മാത്രം പിറവി നൽകും കൺമണി ആ പുണ്യ ജന്മമാണ് തങ്ങൾ ുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, UDFിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി 14-ാം വാർഡ് നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാത്തത് കൊണ്ട് നിന്ന് പോകാണ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം മറ്റുള്ളവർ പറയുന്നത് പോലെ ആ മേഖലയിൽ നമ്മൾ കൈവെക്കാതിരിക്കുകയോ അതിൽ തുടക്കം കുറിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് അതിനുവേണ്ടി എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നതിൻ്റെ നാട്ടുകാരോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് UDFിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാടിൽ ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ട് അഭ്യർത്ഥന നടക്കുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ ഏത് വീട്ടിൽ ചെന്നാലും നമ്മൾക്ക് കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് നമ്മൾക്ക് സമാധാനീയനായ KK നാസർ സാഹിബ്, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകനും മുഖ്യാതിഥിയുമായ നമ്മുടെ പ്രിയപ്പെട്ട റഹീം കുഴിപ്പുറം രാജു മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള UDFിൻ്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏകദേശം 2 റൗണ്ട് നമ്മുടെ വാർഡിൽ നടക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരും 2-3 റൗണ്ട് നടന്ന് നമ്മുടെ ചിഹ്നമായ കോണി നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയുണ്ടായി. അതിനുള്ള സഹോദരി സഹോദരന്മാരോട് പറയാനാണ്, പല സ്ഥാനാർത്ഥികളും നമ്മുടെ മുമ്പിൽ വരും, അവർക്കൊക്കെ പലതും പറയാനുണ്ടാവും. പക്ഷേ നമ്മുടെ നാടിലെ ഇതുവരെ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ വോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പിന്തുണയും ഓരോ സമയത്തുള്ള പിന്തുണയുമാണ്. അതുകൊണ്ട് തന്നെ 50 വർഷം മുമ്പ് ബീരാൻ സാഹിബിന്റെ കാലത്ത് തുടങ്ങി അന്നത്തെ ബസ് സ്റ്റാൻഡ് പുതിയ ഒരു രീതിയിൽ, പുതിയ ടെക്നോളജിയിൽ, പാർക്കിംഗ് സൗകര്യത്തോടു കൂടി, എല്ലാവിധ സൗകര്യത്തോടു കൂടി ഒരു ഏറ്റവും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പ്രൊജക്റ്റാണ് അന്നത്തെ ചെയർമാനായ KK നാസർ സാഹിബ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏതായിരുന്നാലും ഞാൻ നീട്ടി പറയുന്നില്ല, ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട KK നാസർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അതുപോലെ തന്നെ കോട്ടക്കൽ നഗരസഭയിലെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ഈ വാർഡിൻ്റെ കൗൺസിലർ പ്രിയപ്പെട്ട കുഞ്ഞുട്ടി, മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീമെ, രാജ് മാസ്റ്റർ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി
സെലീന ബാവ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, നിങ്ങളൊക്കെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ കുടുംബ സംഗമം നടന്നത് എന്ന് നിങ്ങളിപ്പോഴും കസാല കൊണ്ടുവരുന്ന തിരക്കിലാണ്. അതുപോലെ തന്നെ നിങ്ങളെ കണക്കുകൾ റഹീം സാഹിബാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചത്. ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ ബഹുമാന്യനായ രാജുമാഷ് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചത്. ഈ വേദിയെ സമ്പന്നമാക്കിയ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഞാൻ പ്രതീക്ഷിക്കുന്ന നീക്ക ചെയർമാൻ AK നാസർ സാഹിബ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന റഹീം സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴുള്ള മെമ്പർ, പിന്നെ അബൂക്ക, പിന്നെ പുതിയ മെമ്പറാവാൻ വേണ്ടി ദിവസങ്ങൾ കുടുംബസംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അബു സാഹിബ്, ബഹുമാന്യ സുഹൃത്തും ഈ വാർഡിൻ്റെ കൗൺസിലറും നഗരസഭയുടെ ഉപാധ്യക്ഷനുമായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുട്ടി സാഹിബ്, ഈ പരിപാടിയുടെ ഇന്നത്തെ പുതുമണവാട്ടി പ്രിയപ്പെട്ട സെലീന ബാവ, നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, സഹോദരിമാരെ, കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട രാജീവ് മാഷ്, ബാക്കി 2 വോട്ടുകൾ കോടിക്ക് കൊടുത്തോളിന്നാ പോലെ. ഇവിടെ പിന്നെ ആകെ ഒരു വോട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉയർത്തിപ്പിടിച്ച ആശയത്തിന്റെ ഭാഗമായി വാഫഗീതങ്ങളും പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരനും കൂടി ഉണ്ടാക്കിയ ഐക്യ ജനാധിപത്യ മുന്നണി അന്ന് വരുള്ളൂ. ഒരു ചന്തയിൽ മുഹമ്മദ് കുട്ടി തൊപ്പി ഇവിടെ വിൽക്കുന്നു എന്ന് എഴുതി വെച്ചു. അവർ കാക്ക വന്നിട്ട് ചോദിച്ചു, എന്റെ പേരെന്താണ് ചോദിച്ചു. എന്റെ പേര് മമ്മൂട്ടിയാണ്. എന്നാ പിന്നെ മമ്മൂട്ടി നേരേണ്ട ആവശ്യമില്ലല്ലോ, തൊപ്പി ഇവിടെ വെച്ച ആളാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചാ നിങ്ങളാരാ. നമുക്കൊരു ആവേശമാണല്ലോ, നമ്മളൊരു സത്വബോധം ഉണ്ട്. നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്ന ഉറപ്പാണ്, പക്ഷേ നിങ്ങൾ വോട്ട് മാത്രം കിട്ടിയാൽ പോരാ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ നിൽക്കണം. നമ്മൾ ഈ വോട്ട് എന്ന് പറയുന്നത് കേരളത്തിലുണ്ട്, കേന്ദ്രത്തിലുണ്ട്. നമ്മള് തൃശ്ശൂര് മത്സരിക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സൗഹൃദമുള്ള നാടാണ് നമ്മുടെ നാട്. പ്രതിഷേധമായി വരുമെന്ന് ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന ഈ നിലപാടിനെതിരെയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട്. അത് പറയാനാണ് നമ്മുടെ ഈ സംഗമം. മറ്റൊന്ന്, പ്രിയപ്പെട്ട കുഞ്ഞുട്ടി ചെയ്തു വെച്ച, കുഞ്ഞുട്ടിന്റെ കഴിയ ഭൂരിപക്ഷമാണെങ്കിലും കുഞ്ഞുട്ടി വിജയ സോപാനത്തിലേക്ക് ചരിത്രത്തിന് അറിയാം. മുമ്പിൽ കൈനീട്ടി ജനങ്ങൾ വാരിക്കോരി വിശ്വാസം അർപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു അസൂയ. ഒരു നാടിന്റെ മിടിപ്പും തുടിപ്പുമായ ധീര പോരാളി നൗഫൽ കടക്കാരനെ അദ്ദേഹമായ അരിവാൾ ചുറ്റി നക്ഷത്രമടിയാണ് ഈ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് നിയമത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.
ഓക്കെ